നമസ്കാരം. ഗതാഗത വാർത്തകൾ. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗതാഗത വകുപ്പിന്റെ അംഗീകാരത്തോടെ ആരംഭിക്കുന്ന സന്മാർഗ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചകിലം IPS, അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ PS പ്രമോദ് ശങ്കർ IOFS എന്നിവർ പങ്കെടുത്തു. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ച് റോഡിൽ അപകടകരമായി വാഹനം ഓടിക്കുന്നവരെയും റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നവരെയും റോഡ് നിയമങ്ങളെക്കുറിച്ചും റോഡ് സംസ്കാരത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് പത്തനാപുരം ഗാന്ധി ഭവനിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അംഗീകാരത്തോടെ സന്മാർഗ പരിശീലന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. 2025 മാർച്ച് 1 തീയതി മുതൽ മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങളെല്ലാം തന്നെ ആധാർ അധിഷ്ഠിതമാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ആയതിനാൽ എല്ലാ വാഹന ഉടമകളും ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു. നാളിതുവരെയും ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത വാഹന ഉടമകൾ എത്രയും വേഗം സ്വന്തമായോ സേവാ കേന്ദ്രങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴിയോ മേൽ പറഞ്ഞ പ്രകാരം മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്ത വാഹന ഉടമകൾക്കായി RTO ഓഫീസുകളിലും RTO ഓഫീസ് എൻഫോഴ്സ്മെന്റുകളിലും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഒരുക്കിയിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടർ മുഖേന ഫെബ്രുവരി 1 മുതൽ 28 വരെ മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ റീൽസ് മത്സരം സംഘടിപ്പിച്ചു. ദി ലോക്ക് 1ാം സമ്മാനത്തിന് അർഹമായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ താരമായിരിക്കുന്ന റീൽസുകൾ എങ്ങനെ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കാം എന്ന ചിന്തയാണ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ പ്രേരണയായത് എന്ന് ഈ മത്സരത്തിന് നേതൃത്വം കൊടുത്ത കാഞ്ഞങ്ങാട് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശ്രീ വിജയൻ പറഞ്ഞു. സമാപന പരിപാടിയിൽ വിജയികൾക്ക് കാസർഗോഡ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ബാലകൃഷ്ണൻ നായർ ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. യൂസ്ഡ് വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ മാർച്ച് 31 മുൻപായി അവരുടെ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു. 2025 മാർച്ച് 31 മുമ്പ് രജിസ്റ്റർ ചെയ്യാത്ത യൂസ്ഡ് വാഹന വിപണന സ്ഥാപനങ്ങളെ അംഗീകാരമില്ലാത്തവയെ കണക്കാക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ തടയുകയും അത്തരം സ്ഥാപനങ്ങൾ വിൽക്കാനായി പ്രദർശിപ്പിച്ചിരിക്കുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്യുന്ന നടപടികൾ തുടർന്ന് ഉണ്ടാകും. മോട്ടോർ വാഹന നികുതി കുടിശ്ശിക ഇളവുകളോടെ ഒടുക്കി നിയമ നടപടികളിൽ നിന്നും മറ്റ് ബാധ്യതകളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2025 മാർച്ച് 31 അവസാനിക്കും. 31/3/2020 വരെ നികുതി ഒടുക്കുകയും അതിനുശേഷം നികുതി ഒടുക്കുവാൻ കഴിയാതെ വരികയും ചെയ്ത വാഹന ഉടമകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി ബാധ്യതകളിൽ നിന്നും ഒഴിവാകാവുന്നതാണ്. 1/4/2020 മുതൽ 31/3/2024 വരെയുള്ള നികുതിയും അധിക നികുതിയും പലിശയും ഉൾപ്പെടുന്ന ആകെ തുകയുടെ 30% മാത്രം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും 40% മാത്രം നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും ഒടുക്കി നികുതി ബാധ്യത ഇല്ലാതെയാക്കാൻ കഴിയും. 31/3/2020 വരെയുള്ള നികുതി കുടിശ്ശിക പൂർണ്ണമായും നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനായി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നിലനിൽക്കുന്ന RTO ഓഫീസിനെയോ സബ് RTO ഓഫീസിനെയോ സമീപിക്കാവുന്നതാണ്. പദ്ധതി പ്രകാരം നികുതി ഒടുക്കുന്നതിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഫണ്ട് വരിസംഖ്യ അടച്ച രസീത് എന്നിവ ആവശ്യമില്ല. വാഹനത്തിനെ സംബന്ധിച്ച് വാഹനത്തിന്റെ രജിസ്ട്രേഡ് ഉടമയ്ക്ക് അറിവില്ലാതിരിക്കുകയോ വാഹനം മോഷണം പോവുകയോ വാഹനം പൊളിച്ചു കളയുകയോ ചെയ്തു എങ്കിലും വാഹനം നശിച്ചു പോയെങ്കിലും ഈ പദ്ധതി പ്രകാരം 31/3/2024 വരെയുള്ള നികുതി ബാധ്യത തീർക്കാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാലും വാഹനം നിരത്തിൽ സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയാൽ 1/4/2024 മുതലുള്ള നികുതി ഒടുക്കണമെന്നുള്ള വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാകാവുന്നതാണ്.